ഇങ്ങോട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പീച്ചിലാണ്. നമ്മളിവിടെ ഒരു 5-10 കട നട്ടിട്ടുണ്ട്. അപ്പോൾ പീച്ചിലൊക്കെ ഉണ്ടായി തുടങ്ങി. ഒരു ദിവസം കറിക്കുള്ള എടുത്തു. ഇപ്പോൾ ഒരിടം കാണാതെ കിടന്നത് അങ്ങനെ ഇവിടെ മൂത്ത് കിടക്കാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ചെറിയ കായകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇത് മൂത്ത് പോയത് അത് കാരണം പിന്നെ ഇത് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തെ ആ കുരുവൊക്കെ പോയി കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് തേക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് അതിന്. പിന്നെ ഇതിൻ്റെ ഒരുപാട് മൂക്കാത്ത കായാണ് പറിച്ചെടുക്കേണ്ടത്. എന്നാലാണ് നമ്മൾ ഒലത്തായിട്ട് മെഴുക്ക് വരട്ടി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ തേങ്ങാപ്പേരിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. ചില ഐറ്റത്തിന് ചെറിയ കയ്പുണ്ടാവും. ഇതിന് 2-3 വെറൈറ്റികളുണ്ട്. അതിൽ ചിലതിന് കയ്പുണ്ടാവും, ചിലതിന് കയ്പുണ്ടാവില്ല. ഇത് ചെറുതായിട്ട് കഴിക്കുന്നൊരു ഇനമാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് ശരിക്കും ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിന് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ വിത്ത് നമ്മളുടെ കൃഷി വകുപ്പിൻ്റെ വിത്ത് ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങിച്ചു. അത് വെള്ളത്തിലിട്ട് മുളപ്പിച്ചതിന് ശേഷമാണ് നട്ടു കൊടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാരെടുത്തിട്ട് അതിൽ കോഴിവളം ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇട്ടു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വാരം മാടി അതിൽ ഈ കുരു മുളച്ച് വന്നത് നട്ടു കൊടുത്തു. ആ കുരു മുളച്ച് വന്നതാണ് ഇതിപ്പോൾ വലിയ ചെടിയായി മാറിയത്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പടർന്നുണ്ട്. ഇതിൽ നിറയെ കായ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എവിടെ നോക്കിയാലും കായാണ്. പീച്ചിലിൻ്റെ ഒരു പ്രത്യേകതയാണ്, നിറച്ചും കായ ഉണ്ടായി കിട്ടും. ഇത് ഇവിടെ ഒരു കായുണ്ട്. ഇവിടെയൊക്കെ പൂത്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അതോടൊപ്പം ആ സൈഡിൽ ഉണ്ട്. ഇത് ചെറിയ കായകൾ ഉണ്ടായി കിടക്കുന്നതാണ്. ഇപ്പം ഇതിന് പിന്നെ വേറെ ഒരു പ്രശ്നമുള്ളത്, ഈ ഒരു സൈസ് വണ്ട് വന്ന് കുത്തും ഇതിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകാതെ ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, വലുതായി വരുന്നുള്ളൂ. നമ്മളപ്പോൾ ഒരു കവർ ചെയ്ത് ഇടാണെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിതം അങ്ങനെ പോലുള്ള ജൈവ കീടനാശിനികളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് രക്ഷിച്ചെടുക്കാം. അപ്പോൾ കീടങ്ങളുടെ ഈ പ്രാണികളുടെയൊക്കെ ആക്രമണം ധാരാളമായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കായായി കിടക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലുണ്ട്, ഇവിടെ ഇതൊക്കെ കായായി വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു കവർ ചെയ്തിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിന് വളമായിട്ട്. പിന്നെ ഇത് നമ്മൾ കോഴിവളത്തിന് പകരം നമുക്ക് വേറെ എന്ത് ജൈവവളം ഉപയോഗിക്കാം. കമ്പോസ്റ്റൊക്കെ പൊടിഞ്ഞ കമ്പോസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിൽ ഇതിന് കടക്കി കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ എല്ലാ വളങ്ങളും നമുക്ക് ചെയ്യാം. ജൈവപരമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്ക് നല്ല പച്ചക്കറികൾ കിട്ടും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ദിവസം നമ്മളെടുത്ത് കറി വെച്ചിരുന്നു, ഒലത്തി കഴിച്ചിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. ചെറിയ കയ്പുണ്ട് എന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ തൈ വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലയിട്ട് കൊടുക്കണം. വലയിട്ട് കൊടുത്താലാണ് അതിലേക്ക് പന്തലായി കയറി അതിന്മേന്ന് തൂങ്ങി കായ ഉണ്ടാവുള്ളൂ. അതാണ് കുറച്ച് താഴേക്കിടെ പടർത്തിയിടരുത്, മുകളിലേക്ക് കയറ്റി വിടണം. ഇത് ക്രീപ്പറാണ്. അതുപോലെ അത് ചാണക സ്ലറി ഉണ്ട്. അത് ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ്. അതിപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കാലത്താണ് ഈ പീച്ചിങ്ങയുടെ കൃഷി ധാരാളമായി ചെയ്യുന്നത്. അതുപോലെ ഇതിന് ധാരാളം വെള്ളമൊന്നും ആവശ്യമില്ല. ചെറിയ രീതിയിലൊക്കെ നനവ് കിട്ടിയാൽ മതി. അങ്ങനെ ഉണങ്ങിയൊന്നും പോകില്ല പെട്ടെന്ന്. വേനലിലാണ്, മഴക്കാലത്ത് ഇത് നന്നായി വളരില്ല. അത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.